ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്ക് വിത്ത് ടിപ്സിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പറയാൻ പോകുന്നത് വേഗൻ ഫുഡിനെ പറ്റിയിട്ടാണ്. വേഗൻ ഡയറ്റ് എന്ന് പറയുന്നത് ഒരു എനിമൽ ബേസ്ഡ് ഫുഡും അതിൽ ഇൻവോൾവ് ആവില്ല അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ പ്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ സീവീഡ്സ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, നട്ട്സ്, അതുപോലെ സീഡ്സ്, അതുപോലെ തന്നെ സ്പ്രൗട്ടഡ് ആൻഡ് ഫെർമെൻറ്റഡ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ലെഗ്യൂംസ്, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളത് ഇതെല്ലാം ആണ്. നമ്മൾ ആദ്യം വേഗൻ ഫുഡിൽ ഫസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെഗ്യൂംസിനെ പറ്റി പറയാം. ലെഗ്യൂംസ് എന്ന് പറയുന്നത് ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ പീസ്, ബീൻസ്, ലെൻറ്റിൽസ് എല്ലാം വരും. അപ്പോൾ ഇത് നല്ല ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീനാണ്, ഫൈബറാണ്, അതേപോലെ തന്നെ അയേണിൻ്റെയും സോഴ്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മളത് സ്പ്രൗട്ട് ചെയ്ത് കഴിക്കുമ്പോഴും കുക്ക് ചെയ്ത് കഴിക്കുമ്പോഴൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രോട്ടീൻ കിട്ടും, പക്ഷേ അതുപോലെ ഫൈബറും കിട്ടും കേട്ടോ. പക്ഷേ അയേൺ അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ കുറച്ച് ഇത്തിരി പാടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു കോമ്പിനേഷൻ ചെയ്യുക. അതായത് നമ്മൾ ഈ ലെഗ്യൂംസ് കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വൈറ്റമിൻ സി റിച്ച് ഫുഡ്, അതായത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ, അതും കൂടി ഒരുമിച്ച് കഴിച്ച് കഴിഞ്ഞാൽ നല്ല അയൺ അബ്സോർപ്ഷൻ നടക്കും. അടുത്തായിട്ട് നമുക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പറയാം കേട്ടോ. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ഒരു വൈഡ് റേഞ്ച് ഓഫ് സംഭവങ്ങളുണ്ട്, പക്ഷെ നമുക്ക് അതിലും ഉണ്ട് കേട്ടോ. ചിലത് വേഗനല്ല. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. ബ്രൊക്കോളി, ചെറി, കുക്കുംബർ, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വേഗനല്ല കേട്ടോ. അപ്പോൾ വേഗന് പക്ക നമ്മൾ യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടി വരും കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ മെയിനായിട്ട് നോക്കുന്നതെന്ന് പറയുന്നത് കുറച്ച് അയൺ റിച്ച് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമുക്ക് ലീഫി വെജിറ്റബിൾസ് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റും. ബ്ലൂബെറി എന്ന് പറയുന്ന സംഭവം ഭയങ്കര നല്ലതാണ് കേട്ടോ, എല്ലാം കൊണ്ടും. അങ്ങനെ ബാക്കിയുള്ള നമുക്ക് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഒരുവിധം ഇൻവോൾവ് ചെയ്ത് വേഗൻ ഡയറ്റ് നമുക്ക് തുടങ്ങാം. അടുത്തായിട്ട് നമുക്ക് സീവീഡ്സിനെ പറ്റി പറയാം. സീവീഡ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവില്ല. ഈ ഒരു പച്ച ഷീറ്റ് പോലെ ഇരിക്കുന്നത്, ഇത് നമ്മൾ എവിടെ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂഷിയൊക്കെ കഴിക്കില്ലേ, സൂഷി കഴിക്കുമ്പോൾ റൈസിൻ്റെ പുറത്തായിട്ട് അതിങ്ങനെ ഒരു കോട്ട് ചെയ്തൊരു ചെറിയൊരു തിൻ ഷീറ്റ് പോലെ ഇങ്ങനെ പച്ച നിറത്തിൽ കോട്ട് ചെയ്ത് കാണില്ലേ, ആ ഒരു സാധനമാണ് ഇത്. ഇത് എവിടെയെങ്കിലും കാണുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം ഡയറ്റ് എടുക്കുന്നവരെ വെറുതെ വിടണ്ട കേട്ടോ. ഇത് അടിപൊളിയായിട്ടുള്ള വൈറ്റമിൻ, അതുപോലെ മിനറൽസ്, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ഒക്കെ റിച്ച് ആയിട്ടുള്ള ഇതാണ്. ഇത് എവിടെ നിന്ന് കിട്ടുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കടലിൽ നിന്ന് കിട്ടുക. കംപ്ലീറ്റ്ലി പ്ലാന്റ് ബേസ്ഡ് ആണ്. ഒരു പ്രത്യേക ആൽഗയാണ് കേട്ടോ, വളരെ നല്ലതാണ്. അപ്പോൾ വെറുതെ കളയണ്ട, നമുക്ക് വെറുതെ കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് റൈസൊക്കെ ഒന്ന് റാപ്പ് ചെയ്ത് കഴിച്ചാലും അടിപൊളിയായിരിക്കും. അപ്പോൾ വെറുതെ കളയണ്ട കേട്ടോ. ായിട്ട് നമുക്ക് നട്ട്സും അതുപോലെ സീഡ്സൊക്കെ പറയാം കേട്ടോ. നട്ട്സും സീഡ്സൊക്കെ നമുക്ക് വേഗത്തിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പിസ്താഷ്യോ, വാൾനട്ട്, അതുപോലെ തന്നെ കാഷ്യൂ നട്ട്സ്, ആൽമണ്ട്സ്, ഈ സംഭവങ്ങളൊക്കെ, പീക്കാൻസ്, ഇതൊക്കെ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞ് സീഡ്സ് എന്ന് പറയുമ്പോൾ പംകിൻ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്. ഈ ഫ്ലാക്സ് സീഡ്സും ചിയ സീഡ്സും ഒക്കെ നമുക്ക് എഗ്ഗിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എഗ്ഗിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി പ്രോട്ടീൻ, ഫൈബർ റിച്ച് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് സ്പ്രൗട്ടഡ് ആൻഡ് ഫെർമെൻറ്റഡ് പ്ലാന്റ് ബേസ്ഡ് ഫുഡ്, ഇതൊക്കെ ഇതിൽ പെടുന്ന വേഗൻ ഡയറ്റിൽ നമുക്ക് ഇൻവോൾവ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിൽ സ്പ്രൗട്ടഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മുളപ്പിച്ച സംഭവങ്ങൾ, ചെറുപയർ, കടലയൊക്കെ മുളപ്പിച്ച് കഴിക്കില്ലേ, അതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഫെർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പനീർ പോലെ തന്നെ ടോഫു എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, സോയാബീൻ അരച്ചിട്ട് ഒക്കെ ഉണ്ടാക്കുന്നത്, അത് അടിപൊളിയായിട്ടുള്ള ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീനുമാണ്. അത് നമുക്ക് വേഗൻ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതും നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റംസാണ് കേട്ടോ.